I get up. Time is barely on our side. I don't wanna waste what's left. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്ലൈസിൻ്റെ പുതുത്തമിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ തന്നെ കോഡിങ്, ഗെയിമിങ് എന്ത് സംഭവം ചെയ്യാൻ നോക്കുകയാണെങ്കിലും ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മതി. അങ്ങനത്തെ അടിപൊളിയായിട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് കാണേണ്ടത് ചോദിക്കാം. ലെനോവയുടെ ഒരു ലാപ്ടോപ്പാണ്. ലെനോവയുടെ LOQ ലോക്ക് എന്ന് വായിക്കാൻ എനിക്കറിയില്ല. LOQ ആണ് മോഡൽ. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡാണ്. RTX 4060 ആണ്. 8GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. പിന്നെ അപ്പോൾ തന്നെ RAM 24GB റാമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുള്ള അടിപൊളി ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. പിന്നെ അപ്പോൾ തന്നെ ഗെയിമിങ്ങിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഭയങ്കര വീഡിയോ. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവയുടെ LOQ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇനി സമയങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. നല്ല സംഭവങ്ങളിൽ എന്തൊക്കെയുണ്ടെന്നും അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു കവറാണ്. മിനിറ്റ് ഞാൻ ജസ്റ്റ് നോക്കും. അപ്പോൾ ഇതാണ് ലെനോവയുടെ ഒരു വലിയൊരു കവർ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇവിടെ പേര് എഴുതിയിട്ട് ലെനോവോ LOQ. അപ്പോൾ എന്തായാലും സാധാരണ നോർമൽ ഒരു ബോക്സാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതായത് നമുക്ക് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് കാണാൻ പറ്റും. അതായതാണ് നമ്മുടെ ലാപ്ടോപ്പ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സുകൾ കുറേ ഉണ്ട്. ബില്ല് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ പേപ്പറുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാർജർ, വേറെ കുറേ പേപ്പറുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത്. അത് ഏകദേശം ഒരു കൊല്ലം വാറൻറ്റി ഉണ്ട് തോന്നുന്നു. ഒരു കൊല്ലം ആണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാ വെബ്സൈറ്റിലും കിട്ടും, ഓഫ്ലൈനായിട്ട് വാങ്ങാനും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചാർജറൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തതാണ്. എന്നാലും ജസ്റ്റ് സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചാർജർ. ഏകദേശം ഒരു 170 വാട്ട് വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മുടെ ലാപ്ടോപ്പൊക്കെ പെട്ടെന്ന് ചാർജ് ആവും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് നല്ല സേഫാക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു സംഭവം എടുത്ത് കളയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഇത് എടുത്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. ഇവിടെ മോഡൽ പേരെഴുതിൻ്റെ LOQ. അതേപോലെ തന്നെ സൈഡിലത്തെ ലുക്ക് ഇതാണ് വരുന്നത്. പിന്നെ അപ്പോൾ ഈ സൈഡിൽ ഈ ഒരു ലുക്കാണ്. പിന്നെ ബാക്കിൽ ഇതേപോലെയാണ് സ്പീക്കറും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മിക്കവാറും പോർട്ടുകളൊക്കെ ബാക്കിലാണ് വരുന്നത്. ഇതേപോലെ ചാർജിങ് സംഭവങ്ങളൊക്കെ ബാക്കിലാണ്. അപ്പോൾ അതിന് തന്നെ ഞാൻ ജസ്റ്റ് സ്പെക്കൊക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്പെക്ക് ആദ്യം പറഞ്ഞാൽ അതിന് ശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം ലാപ്ടോപ്പ് മൊത്തത്തിൽ. അപ്പോൾ അതിന് തന്നെ നമ്മൾ പ്രോസസ്സർ വരുന്നത് Ryzen 7 ആണ്. Ryzen 7. അതേപോലെ തന്നെ ഗ്രാഫിക്സ് വരുന്നത് RTX 4060 ആണ്. ഒരു 8GB ഗ്രാഫിക്സ് ആണ്. അപ്പോൾ അടിപൊളി ഒരു ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗെയിം കളിക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാ സംഭവങ്ങളിലും നടക്കും. പിന്നെ അതുപോലെ തന്നെ RAM എന്ന് പറയുന്നത് 24GB ആണ്. DDR5 RAM ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 32GB വരെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് വരുന്നത് 512GB SSD ആണ് ഇതിൽ സ്റ്റോറേജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് വരുന്നത് ഏകദേശം ഒരു 2-2.5 കിലോ ആണ് വെയിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഏകദേശം ഒരു 2-3 മണിക്കൂർ നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ നമ്മൾ എന്തായാലും വേറെ ചെയ്യാം. ഈ ബാക്കി സ്പെക്കുകളിലും ബാക്കി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പവർഫുൾ, എന്തായാലും പവർ ഫീൽ ചെയ്യുന്ന ഒരു ലുക്കാണ്. LOQ അപ്പുറത്ത് ലെനോവോ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 15.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടും. പിന്നെ പോർട്ടുകൾ നമുക്ക് ആവശ്യമുള്ള ഇതെല്ലാ സംഭവങ്ങളുണ്ട്. USB Type A ഉണ്ട്, C ഉണ്ട്, HDMI ഉണ്ട്, എതർനെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ NCSൻ്റെ ഒരു സോങ് വെച്ചിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Time is barely on our side.
waste what's left. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓൺ ആവാനത്തെ സെക്കൻഡ് എടുക്കുന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഇതാണ് ഓണിൻ്റെ ബട്ടൺ. ജസ്റ്റ് ഓൺ ക്ലിക്ക് ചെയ്യാം. അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള ഓണായിട്ട് അപ്പോൾ പെട്ടെന്നൊക്കെ ബൂട്ടപ്പൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത്. 512 GB SSD, അതുപോലെ തന്നെ 8 GB ഗ്രാഫിക്സ്, അതുപോലെ തന്നെ 24 GB റാം, Ryzen 7 പ്രോസസ്സർ. അപ്പോൾ ഇതിൽ RTX 4060 ആണ് നമ്മുടെ 8 GB ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാ ഗെയിംസും നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. നമ്മുടെ ഗെൻഷൻ ഇമ്പാക്റ്റ്, വാലറന്റ്, അതുപോലെ തന്നെ നമ്മുടെ GTA 5 ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും വേറെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ റാം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു 32 GB വരെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് DDR5 ആണ് റാമിൽ എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റ് വരുന്നത് വൈറ്റ് ആണ്. അപ്പോൾ അത് RGB എടുക്കണമെങ്കിൽ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ലാപ്ടോപ്പ് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്പെക്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങാൻ കൺസിഡർ ചെയ്യേണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എഡിറ്റിങ്ങിനായാലും എന്ത് ചെയ്യാനല്ല ഒരുവിധം എല്ലാ സംഭവങ്ങളിലും നടക്കും. എഡിറ്റിങ്, ഗെയിമിങ്, അതേപോലെ തന്നെ കോഡിങ്, അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളിലും നടക്കും. 24 GB റാമും അതുപോലെ തന്നെ 4060 ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ട് ഒരുവിധം എല്ലാ സംഭവങ്ങളും അടിപൊളി സ്മൂത്തായിട്ട് നടക്കും. പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സറും Ryzen 7 ആണ്. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും നടക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 1 ലക്ഷത്തിന് താഴെ നമുക്ക് കിട്ടും. ഒരു 91 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും ഓഫറുള്ള സമയത്ത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും അത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ.